മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും വേണ്ട കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അല്ലേ? ഒന്ന് എല്ലാ മക്കളും ഒന്ന് കണ്ണുകൾ അടച്ച് ഈശോയെ മനസ്സിലോർത്തെ ഈശോയുടെ ഏറ്റവും ഇഷ്ടമുള്ള രൂപം മനസ്സിൽ കണ്ടേ. എൻ്റെ ഈശോ, എൻ്റെ ഈശോയെ എന്ന് പതുക്കെ മനസ്സുകൊണ്ടൊന്ന് വിളിച്ചേ. നല്ല ഈശോയെ, ഈ കുഞ്ഞുങ്ങൾക്ക് ബൈബിള് പഠിക്കുവാനും ബൈബിളിലെ കഥകൾ മനസ്സിലാക്കുവാനും കഥാപാത്രങ്ങൾ നൽകുന്ന സന്ദേശം അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും വേണ്ട കൃപ അങ്ങ് നൽകണമേ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ സ്തുതി. ഉൽപ്പത്തി പുസ്തകം 21-ാമത്തെ അധ്യായത്തില് ഹാഗാറിന്റെ കഥയാണ്. നിങ്ങൾ ഹാഗാർ എന്ന് കേട്ടിട്ടുണ്ടോ? വിശ്വാസികളുടെ പിതാവ് ആരാ? അബ്രാഹം. ആരാണ്? അബ്രാഹം. അബ്രാഹം ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അബ്രാഹം ചെറുപ്പം മുതലേ ദൈവത്തിന്റെ സന്ദേശം കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഒരു നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് പോകാൻ പറഞ്ഞു. അബ്രാഹാം അതനുസരിച്ചു. ഒരു ദിവസം ദൈവം പറഞ്ഞു, നിന്നെ ഞാൻ വലിയൊരു ജനതയുടെ പിതാവാക്കും എന്ന് പറഞ്ഞു. പക്ഷെ അബ്രാഹത്തിന് ഒരു കൊച്ചു മോൻ പോലും ഇല്ല. അപ്പൊ അബ്രാഹം ഇങ്ങനെ ഓർക്കുക, ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ, നിന്റെ സന്തതിയെ ഞാൻ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയാക്കും, കടലിലെ മണൽത്തരി പോലെയാക്കും. പക്ഷെ എനിക്ക് ഇതുവരെ ഒരു കുഞ്ഞു പോലും ഇല്ലല്ലോ. പക്ഷെ എന്നാലും അബ്രാഹം ദൈവത്തിൽ വിശ്വസിച്ചു. അപ്പൊ അവസാനം സാറ വിചാരിച്ചു, അന്നത്തെ നാട്ടുനടപ്പ് അനുസരിച്ച് സാറായുടെ ദാസിയാണ് ഹാഗാർ. അപ്പൊ സാറ ഓർത്തു, അന്ന് യഹൂദർക്ക് അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു. അപ്പൊ ഭാര്യയ്ക്ക് മക്കളില്ലെങ്കിൽ ദാസിയെ ഭാര്യയാക്കാം. അപ്പൊ സാറാ അബ്രാഹത്തോട് പറഞ്ഞു, ഹാഗാറിൽ അങ്ങേക്ക് ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുക. ആ കുഞ്ഞായിരിക്കും ചിലപ്പം ദൈവത്തിന്റെ ഹിതമനുസരിച്ച് വലിയൊരു ജനതയായി മാറാനുള്ളത്. അങ്ങനെ ഹാഗാറിന് ഒരു കുഞ്ഞ് ജനിച്ചു. അദ്ദേഹത്തിന് ഇസ്മായേൽ എന്ന് പേരിട്ടു. അബ്രാഹത്തിന് 100 വയസ്സായി വൃദ്ധനായി. അന്നേരം സാറാ ഗർഭിണിയായി. അങ്ങനെ 100-ാമത്തെ വയസ്സില് അബ്രാഹത്തിന് 100 വയസ്സായപ്പം സാറായിക്ക് ഒരു കൊച്ചു ജനിച്ചു. ഇസ്ഹാക്ക് എന്ന് പേരിട്ടു. അങ്ങനെ സാറായി ഒരു കൊച്ചിനെ ഇങ്ങനെ നിലത്തും വെക്കാതെ തഴയും വെക്കാതെ കൈ മാത്രം വെച്ചുകൊണ്ട് വളർത്തിക്കൊണ്ടിരിക്കുക. എപ്പോഴും മറ്റൊരു ജോലിയും ചെയ്യല. ഈ കൊച്ചിനെ ഇങ്ങനെ താലോലിച്ച് വളർത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ വളർന്നു വന്ന 2-3 വയസ്സൊക്കെ ആയപ്പോഴത്തേനും ഒരു ദിവസം സാറ ഇങ്ങനെ നോക്കിയപ്പോ അടിമ കൊച്ച് തന്റെ മകന്റെ കൂടെ കളിക്കുന്നു. അപ്പൊ അവരുടെ അന്നത്തെ രീതി അനുസരിച്ച് അങ്ങനെയൊന്നും കളിക്കാൻ പാടില്ല. യജമാനത്തിയുടെ കൊച്ചല്ലേ, അത് അടിമയുടെ കൊച്ചിന്റെ കൂടെ കളിക്കുന്നു, അത് ശരിയല്ലല്ലോ. സാറ ഓടി വന്നിട്ട് അബ്രാഹത്തോട് പറയാ, അങ്ങനെ കാണുന്നില്ല, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ കുഞ്ഞില്ലേ ആ പെണ്ണിന്റെ കുഞ്ഞിന്റെ കൂടത്തിൽ കളിക്കുവാ. ഈ കുറച്ചുകൂടെ കഴിയുമ്പോ വലുതായി കഴിയുമ്പോ അവളും ആ കൊച്ചും കൂടെ പറയും, എന്റെ അവകാശവും കൂടെ ഇങ്ങോട്ട് തന്നേര്, എന്റെ കൊച്ചല്ലേ മൂത്ത കൊച്ച്, അവകാശവും കൂടെ ഇങ്ങ് തന്നേക്കാൻ പറയേലേ. അതുകൊണ്ടൊരു കാര്യം ചെയ്യണം, ഇപ്പൊ തന്നെ ഇന്ന് തന്നെ അവളെയും മകനെയും ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം. എനിക്കിനി ആ ദാസി വേണ്ട. അബ്രാഹത്തിനാകെ വിഷമായി. അബ്രാഹം എന്ത് പറഞ്ഞാലും ദൈവം പറയുന്ന കാര്യം ചെയ്യത്തുള്ളൂ. അബ്രാഹം വീണ്ടും ദൈവസന്നിധിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ആ സമയത്ത് അബ്രാഹത്തിന് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി, നീ ഹാഗാറിനെയും കൊച്ചിനെയും ഓർത്ത് വിഷമിക്കണ്ട. സാറ പറയുന്നത് ഇപ്പൊ അനുസരിച്ചു. സാറ പറഞ്ഞെന്താ? ഇവരെ ഇറക്കി വിടാൻ. അപ്പൊ ദൈവത്തെ വെളിപാട് കൊടുത്തിരിക്കുകയാണ്, സാറ പറയുന്നത് നീ അനുസരിച്ചു. അപ്പൊ അബ്രാഹത്തിന് മനസ്സിലായി ഇത് ദൈവത്തിന്റെ ഹിതാണ്. അബ്രാഹം ഒരു തുകൽ സഞ്ചി നിറച്ച് വെള്ളം എടുത്ത് കുറച്ച് അപ്പവും എടുത്തിട്ട് ഹാഗാറിനെ വിളിച്ചിട്ട് പറയാ, ഹാഗാർ, ഈ തുകൽ സഞ്ചി നിറച്ച് വെള്ളമുണ്ട്, ഇതിനകത്ത് അപ്പമുണ്ട്, നീ കുഞ്ഞും ഇന്ന് തന്നെ ഇവിടുന്ന് ഇറങ്ങിക്കോളാൻ. ഹാഗാർ ഒത്തിരി വിഷമായി. എങ്ങോട്ടാ പോകുന്ന ഈ മരുഭൂമിയിലൂടെ? ഒരു വീടുമില്ല, ആരുമില്ല, അറിയുന്നവരുമില്ല, എവിടെയാ കിടന്നുറങ്ങുക? പക്ഷെ ഹാഗാർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായിരുന്നു. അതുകൊണ്ട് ഹാഗാർ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടന്ന് മരുഭൂമിയിലൂടെ കുറെ യാത്ര ചെയ്തപ്പോ ഉണ്ടായിരുന്ന വെള്ളവും തീർന്നു, അപ്പവും തീർന്നു, ഒന്നും കൊടുക്കാനില്ല. കൊച്ചു കിടന്ന് കരയാൻ തുടങ്ങി. ദാഹിച്ച് പൊരിയുന്ന കൊച്ച് മരിച്ചു പോകും എന്ന് ഹാഗാറിന് ഉറപ്പായി. ഹാഗാർ ഒരു കുറ്റിക്കാട്ടിലേക്ക് ഈ കുഞ്ഞിനെ കൊണ്ട് കിടത്തിയിട്ട്, എന്റെ കുഞ്ഞ് ദാഹിച്ച് പൊരിഞ്ഞ് മരിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് മാറിപ്പോയിരുന്നു മുട്ടുകുത്തി
കണ്ടോ, മരിക്കാൻ തുടങ്ങുമ്പോഴും അവരാരെയും കുറ്റപ്പെടുത്തുകയല്ല. അതായിരുന്നു ഇസ്രായേൽ ജനം പഠിപ്പിച്ചത്. അവർ പഠിച്ചുകൊണ്ടിരുന്നതും ചെയ്തുകൊണ്ടിരുന്നതും. വേദന വരുമ്പോ, വിഷമം വരുമ്പോ, വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോ, ഒരു തുള്ളി വെള്ളം ലഭിക്കാതെ ദാഹിച്ച് പൊരിഞ്ഞ് സ്വന്തം കുഞ്ഞ് മരിക്കുന്നത് കാണുമ്പോ പോലും അവരാരിലേക്ക് തിരിഞ്ഞു? ദൈവത്തിലേക്ക് തിരിഞ്ഞു. യഹോവ ഞങ്ങളെ കാത്തുകൊള്ളും, ദൈവം ഞങ്ങളെ പരിപാലിച്ചുകൊള്ളും എന്നൊരു അടിയുറച്ച ബോധ്യം, വിശ്വാസം ഇസ്രായേൽ ജനം ചെറുപ്പം തൊട്ടേ പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഇന്നൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ വേദന വരുമ്പോ, ഒരു വിഷമം വരുമ്പോ ഉടനെ എല്ലാവരുമായിട്ട് വഴക്കുണ്ടാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി മരിച്ചു കളയാമെന്ന് വിചാരിക്കുന്നു. ദൈവം പോലും ഇല്ലെന്ന് പറയുന്നു. എന്തെല്ലാം കാര്യങ്ങളാ ഒരു ചെറിയ വേദന വരുമ്പോ ഇന്നത്തെ നമ്മുടെ ജനം നമ്മുടെ വീടുകളിലൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ നമ്മളെങ്കിലും ഇത് പഠിക്കണം. ഇത് എല്ലാ കുഞ്ഞുങ്ങളും ഈ ഹാഗാർ പറഞ്ഞതുപോലെ ദൈവസന്നിധിയിലേക്ക് പോകാനായിട്ടുള്ള കൃപ നമ്മൾ ദൈവത്തോട് ചോദിക്കണം. അങ്ങനെ ഹാഗാർ ഇങ്ങനെ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ സമയം കണ്ടോ, സ്വർഗം തുറന്ന് ദൈവം ഇറങ്ങി വരുമ്പോ അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ ബൈബിളിൽ എവിടെ നോക്കിയാലും ഈശോയുടെ പുറകെ എന്തുമാത്രം ആളുകൾ പോയി. കുഷ്ഠരോഗികൾ പോയി, പിന്നെ കണ്ണ് കാണാൻ പാടില്ലാത്ത അന്ധന്മാര് പോയി. ആരെല്ലാം ഈശോയെ വിളിച്ച് അപേക്ഷിച്ചിട്ടുണ്ടോ അവരെല്ലാം അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഹാഗാറിനറിയാം. ഹാഗാർ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുക. എന്റെ ദൈവമേ, എന്റെ കുഞ്ഞ് ഒരു തുള്ളി വെള്ളം കിട്ടാതെ കരഞ്ഞു കരഞ്ഞ് മരിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് ആ മരുഭൂമിയിൽ ഇങ്ങനെ മുട്ടും. ഹാഗാറിന്റെ പ്രാർത്ഥനയും കണ്ണുനീരും എല്ലാം കണ്ടു. നമ്മൾ വിചാരിക്കും ദൈവം ദൂരെയായിരിക്കണേന്ന്. ദൈവം നമ്മുടെ അടുത്തായിരിക്കണേ. നമ്മളൊന്ന് പറഞ്ഞാൽ മതി, ഒന്ന് വിളിച്ചാൽ മതി, അപ്പോഴേ ദൈവം മറുപടി തരുന്നു. ദൈവം പറഞ്ഞു, ഹാഗാർ നീ വിഷമിക്കണ്ട, നീ സങ്കടപ്പെടുകയും വേണ്ട. കുട്ടിയുടെ കരച്ചിൽ ദൈവസന്നിധിയെ കേട്ടിരിക്കുന്നു. കുട്ടി മാത്രമല്ല, കുട്ടിയുടെ അമ്മയും കരഞ്ഞല്ലേ. കണ്ടോ, ദൈവത്തെ വിളിച്ചപേക്ഷിച്ചപ്പോ സ്വർഗ്ഗം തുറന്ന് ദൈവം ഉത്തരം നൽകി. ഹാഗാർ ദൈവത്തിന്റെ സ്വരം കേട്ടു, ദൈവത്തിന്റെ അരുളപ്പാട് കേട്ടു. ദൈവം എന്തോ പറഞ്ഞിട്ട് എന്നോട്, എന്റെ കരച്ചില്, എന്റെ കുട്ടിയുടെ കരച്ചില് ദൈവം കേട്ടെന്നോ, സ്വർഗത്തിൽ എത്തിയെന്നോ. വേഗം കണ്ണു തുറന്നു നോക്കിയപ്പോഴേ ഒരു നീര് ഉറവ. മരുഭൂമിയിൽ ഒരു തുള്ളി വെള്ളം ഇല്ലാതിരുന്ന അവള് കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ നേരത്ത് അവിടെ ഒരു വെള്ളം ഇല്ലായിരുന്നു. അവൾ കണ്ണു തുറന്നു നോക്കിയപ്പോ വലിയ കിണറ് നിറഞ്ഞു ഒഴുകുക. അവള് വേഗം അതിന്ന് വെള്ളം എടുത്ത് അവളുടെ കുഞ്ഞു കൊണ്ട് കൊടുത്തു. ആ കുഞ്ഞ് രക്ഷപ്പെട്ടു. ദൈവം വാഗ്ദാനം ചെയ്തിട്ടാണ് ഈ കുഞ്ഞിനെ ഞാനൊരു
സ്നേഹനാഥനായ ഈശോയെ, ഹാഗാറിനെ പോലെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാനും ഒറ്റപ്പെടുമ്പോഴും ഏകാന്തത അനുഭവിക്കുമ്പോഴും കൂട്ടുകാര് ആരും ഇല്ല എന്ന് തോന്നുന്ന സമയത്തും ഈശോയെ, അങ്ങ് ഞങ്ങളുടെ കൂട്ടുകാരനാണ്, അങ്ങ് ഞങ്ങളുടെ സ്നേഹിതനാണ്, ഒരിക്കലും മാറാത്ത കൂട്ടുകാരനാണ് എന്ന സത്യം അറിഞ്ഞ് അങ്ങയുടെ സന്നിധിയിലേക്ക് വരുവാന് ഹാഗാറ് ദൈവസന്നിധിയിലേക്ക് വന്നതുപോലെ ജീവിതത്തിന്റെ ഏകാന്ത വേളയില് ഒറ്റപ്പെടുന്ന സമയത്തൊക്കെ നിരാശപ്പെടാതെ വിശ്വാസം നഷ്ടപ്പെടാതെ കർത്താവെ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുവാനായിട്ട് എല്ലാ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുകൊള്ളണമേ, എല്ലാ മക്കളെയും കാത്തുകൊള്ളണമേ. വഴിയരികില് വേദന അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, മാതാപിതാക്കന്മാരെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട്, അനാഥാലയങ്ങളില് ജീവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. പരിശുദ്ധ അമ്മേ, ആ കുഞ്ഞുങ്ങൾക്കെല്ലാം അമ്മയായി മാതാവായി അവർക്കെല്ലാം ഈശോയുടെ അടുക്കിലേക്ക് അവരെ കൂട്ടിക്കൊണ്ട് വന്ന് ഈശോയിൽ നിന്ന് അനുഗ്രഹം വാങ്ങുന്ന ഒരു മക്കളായി അവരെല്ലാം അങ്ങ് മാറ്റണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. പ്രിയ മക്കളെ, ഹാഗാറിനെ അബ്രാഹാം ഇറക്കിവിട്ട് ഹാഗാർ ആ മരുഭൂമിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഹാഗാറിന്റെ ജീവിതത്തിൽ ഇടപെട്ടു എന്ന് നമുക്ക് മനസ്സിലായി. ഇതുപോലെ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ഒരു കൊച്ചു കുട്ടി, ഏതാണ്ട് 2-2.5 വയസ്സുള്ളൂ. ആ കുട്ടിയുടെ മാതാപിതാക്കൾ ഈ കുട്ടിക്ക് പനിയായി ആശുപത്രിയിൽ ചെന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു ഈ കുട്ടിക്ക് എയ്ഡ്സ് പിടിപെട്ടിട്ടുണ്ട്. നോക്കണം, 2.5 വയസ്സുള്ള കുട്ടി. ആ കുട്ടി ചെയ്ത ഒരു തെറ്റും കൊണ്ടല്ല ആ കുട്ടി ആ രോഗത്തിന് അടിമയായത്. പക്ഷെ അവളുടെ മാതാപിതാക്കൾ അവളെ ഉപേക്ഷിക്കാൻ മനസ്സ് കാണിച്ചു. അവളെ ഒരു തോടിന്റെ അരികിൽ കൊണ്ട് ഇട്ടിട്ട് ആരും കാണാതെ അവരുടെ വീട്ടിലേക്ക് പോയി. ഈ കുട്ടി ഈ അന്ധകാരത്തിൽ പേടിച്ച് വേദനിച്ച് ഒറ്റപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടായി. അത് ആ നാട്ടിലെ ഒരു വയസ്സായ ഒരു സ്ത്രീ ഈ കരച്ചിൽ കേട്ട് ഈ കുട്ടിയെ എടുത്തുകൊണ്ട് വന്ന ഈ കുട്ടിയെ ഒരു എയ്ഡ്സ് രോഗികളെ നോക്കുന്ന ഒരു മഠത്തിൽ കൊണ്ടയാക്കി. ആ മഠത്തില് ആ കുട്ടി വളരെ സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി പഠിച്ച് അവിടെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് അവൾ ഇന്ന് വലുതായി സ്കൂളിൽ പോകാനും തുടങ്ങി. ഇന്ന് ആ കുട്ടിക്ക് തിരിച്ചറിവായി. പക്ഷെ ആ 2.5 വയസ്സിലെ ആ വേദന ഇന്നും ആ കുട്ടിക്ക് ഓർമ്മയുണ്ട്. അവൾ അതേക്കുറിച്ച് പറയുന്നത് ആ ഒരു രാത്രിയില് അന്ധകാരത്തിന്റെ ഭീകരതയുടെ പേടിപ്പിക്കുന്ന ആ അനുഭവം, ആ 2.5 വയസ്സിലെ അനുഭവം ഇന്നും ആ കുട്ടിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ മറ്റൊരു സംഭവം ആ കുട്ടി ഓർക്കുന്നില്ല. ഇന്ന് അവള് ദൈവത്തെ കണ്ടു, ഈശോയെ കണ്ടു, അവളെ പ്രാർത്ഥിക്കുകയും നന്നായിട്ട് പാടുകയും കുർബാനയ്ക്കൊക്കെ പാടുകയും ചെയ്യും, സ്കൂളിൽ പോകുന്നുണ്ട്. ഇന്ന് ആ കുട്ടി പറയുന്നത് ദൈവം എന്നെ എത്രയധികം സ്നേഹിച്ചു എന്നാണ്. ആ തിരിച്ചറിവാണ്. ആ അന്ധകാരത്തിന്റെ നടുവിലും എന്റെ മാതാപിതാക്കന്മാർ എന്നെ ഉപേക്ഷിച്ചപ്പോഴും ദൈവം ഈ കുഞ്ഞിന്റെ മേൽ കരുണ കാണിച്ചല്ലോ എന്ന് അവളെ കുറിച്ച് പറയുകയാണ്. അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞപ്പോൾ മറ്റെല്ലാം അവൾക്കൊരു ബുദ്ധിമുട്ടല്ല, സങ്കടമല്ല, ആരോടും ദേഷ്യവുമില്ല. ഇന്ന് അവൾ ആ ദൈവത്തിന്റെ സ്നേഹത്തില് തനിക്ക് കിട്ടിയ സാഹചര്യം പഠിക്കാനും മറ്റെല്ലാ കുട്ടികളെ പോലെ പള്ളിക്കൂടത്തിൽ പോകുവാനും നല്ല ഭക്ഷണവും എല്ലാം അവൾ അതെല്ലാം ആസ്വദിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കുന്ന ഒരനുഭവമായിട്ട് മാറി. ഇതുപോലെ മറ്റൊരു സംഭവം, ഒരു ജോസഫ് ചേട്ടനെ എനിക്കറിയാം. ജോസഫ് ചേട്ടൻ അത്ര കഴിവുണ്ടായിരുന്ന ആളായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും എല്ലാം അദ്ദേഹത്തെ ഇറക്കി വിട്ടു. ഈ ജോസഫ് ചേട്ടൻ ഇങ്ങനെ വഴിയിലൂടെ അലഞ്ഞ് നടന്നപ്പോൾ ഒരു വീട്ടിൽ ചെന്ന് കയറുകയും ആ വീട്ടിൽ ജോസഫ് ചേട്ടന് സ്വന്തം വീട് പോലെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്തു. അവര് അങ്ങനെ സ്വന്തമായി ഭക്ഷണം പാകം ചെയ്ത് ജീവിക്കാനുള്ള ഒരു വലിയ കൃപ ജോസഫ് ചേട്ടന് കിട്ടി. ആ ജോസഫ് ചേട്ടൻ ചില സമയത്ത് നല്ല ഒരു ബോധം വരുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയല്ലോ, എനിക്കിന്ന് ഒരു കുഴപ്പവുമില്ലോ, എനിക്കിന്ന് വലിയ സന്തോഷമാണ്, ഇവിടെ ഒത്തിരി ആളുകളുണ്ട്, ഇവരുടെ എല്ലാം കൂടെ എനിക്ക് സ്വന്തം കുടുംബത്തെ പോലെ തന്നെ ജീവിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ എന്ന്. ഇപ്പൊ ഇങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണെങ്കിലും ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി ഒരു ദിവസം പറയാ, വീട്ടിൽ നിന്ന് ദേഷ്യപ്പെട്ടപ്പോൾ പപ്പ പറഞ്ഞു ഇറങ്ങി പോടാ ഇവിടെ എന്ന് പറഞ്ഞു. അവനെന്ത് ചെയ്തു, ഇറങ്ങിപ്പോയി ആ വീടിന്റെ അടുത്ത് കുറച്ച് കല്ല് കൂട്ടിയിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. ആ കല്ല് തല ചായച്ച് അവിടെ ഇരുന്ന് ഉറങ്ങി, തന്നെ ഉറങ്ങിപ്പോയി.
10-12 മണിയായപ്പോൾ കുട്ടിയെ കാണാൻ വെച്ചിട്ട് അപ്പനും അമ്മയും വിഷമിച്ച് അന്വേഷിച്ച് ലൈറ്റ് അടിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഇവൻ ഇവിടെ ഇരുന്ന് ഉറങ്ങുന്ന കണ്ടു. അപ്പൊ ഇവനെ കൂട്ടിക്കൊണ്ട് പോന്ന് പപ്പ വെറുതെ പറഞ്ഞു തരുന്നല്ലേ ഉള്ളൂ, നീ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോരാവോ എന്ന് പറഞ്ഞ് അവനെ കൂട്ടിക്കൊണ്ട് വന്ന് വീട്ടിൽ വന്നു. പിന്നീട് അതേക്കുറിച്ച് അവൻ പറയാ അന്നേരത്തെ എന്തോ ഒരു ബോധം അങ്ങനെ വന്നു, ഞാൻ ഇറങ്ങിപ്പോന്നു. പക്ഷെ ആ കല്ലും കൂടാരത്തില് ഒരു പാമ്പ് പോലും എന്നെ കടിക്കാതെ ദൈവം എന്നെ സംരക്ഷിച്ചല്ലോ. എന്നിട്ട് അവൻ പറയാ ഇന്നാണെങ്കിൽ ഞാൻ അങ്ങനെ ഇറങ്ങിയൊന്നും പോകത്തില്ല. അപ്പൊ നമ്മൾക്ക് ഇങ്ങനെയൊക്കെ ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കണമെങ്കിൽ എപ്പോഴും നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കണം. ദൈവം പറയുന്ന ബൈബിളിലൂടെ അവിടുന്ന് നമ്മോട് പറയുന്നത് നമ്മൾ വായിക്കുകയും ശ്രവിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും കൂതാശകളുടെ ഒരു ജീവിതം, കുമ്പസാരവും കുർബാനയും നമുക്ക് പറ്റുന്ന ദിവസങ്ങളെല്ലാം നമ്മൾ പള്ളിയിൽ പോയി പരിശുദ്ധ ബലിയിൽ പങ്കെടുക്കുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ജീവിക്കാനായിട്ട് ദൈവത്തോട് ചേർന്ന് ജീവിക്കാനായിട്ട്, അതല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ട പോലെ നമുക്ക് തോന്നും. ആ കൂടെ ആരെങ്കിലും നമ്മളോടൊന്ന് പറയാം നീ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകും, നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും, നിന്നെ എനിക്ക് ഇഷ്ടമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞാലോ നമ്മൾ വിചാരിക്കും അത് ശരിയാണ്. പക്ഷെ ദൈവത്തോട് ചേർന്നിരിക്കുന്ന ആളുകൾക്കാണെ മനസ്സിലാവും അപ്പൊ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, അല്ലെങ്കിൽ തെറ്റ് കാണിച്ചിട്ട് പപ്പ അങ്ങനെ പറഞ്ഞതാ, അല്ലെങ്കിൽ ഞാൻ ഹോംവർക്ക് ചെയ്തായിട്ട് ടീച്ചർ ഒന്ന് പറഞ്ഞതാ, അതായത് അവർക്ക് ആർക്കും എന്നോട് സ്നേഹത്തിന്റെ കുറവ് ഇല്ല, അവർക്കെല്ലാം എന്നെ ഇഷ്ടമാണ്, എന്നോട് സ്നേഹമാണ്, എനിക്ക് അവരോടും സ്നേഹമാണ്. ഈശോ നമുക്ക് തന്ന പുതിയ കൽപ്പന എന്താ? സ്നേഹത്തിന്റെ കൽപ്പന. ഈ സ്നേഹത്തിന്റെ കൽപ്പനയാകുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആരെയും ഒഴിവാക്കാനോ പുറത്താക്കാനോ പറ്റത്തില്ല. മറ്റാരും നമ്മെ ഒഴിവാക്കുന്ന ഒരു ചിന്തയും നമുക്കും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് മുതൽ നമ്മൾ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആകാൻ ശ്രമിക്കുക. ഞാൻ എൻ്റെ ദൈവത്തിന്റെ ഹൃദയത്തിലാണ്, ദൈവത്തിന്റെ കരങ്ങളിലാണ് എന്ന ഒരു ചിന്ത നമ്മളിൽ വർദ്ധിച്ചു വരുമ്പോൾ ഞാൻ എൻ്റെ മാതാപിതാക്കന്മാരുടെ പ്രിയപ്പെട്ട കുട്ടിയാണ്, ടീച്ചർമാരുടെ പ്രിയപ്പെട്ട കുട്ടിയാണ്, എൻ്റെ കൂട്ടുകാരുടെ പ്രിയപ്പെട്ട കുട്ടിയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ എന്നെ ഒഴിവാക്കി, ഒത്തിരി കുട്ടികൾ അങ്ങനെ വിഷമിക്കുന്നുണ്ട്. എൻ്റെ കൂട്ടുകാർ അവരുടെ കൂട്ടത്തിൽ എന്നെ കൂട്ടുന്നില്ല, ഞാൻ വന്നപ്പോൾ അവർ മാറിപ്പോയി, ഞാൻ ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നു, എൻ്റെ അച്ഛൻ എന്നെ ഇഷ്ടമില്ല, അമ്മയ്ക്ക് എന്നെ ഇഷ്ടമില്ല, ഈ ലോകത്തിൽ ആർക്കും എന്നെ ഇഷ്ടമില്ല, ഇങ്ങനെ ചിന്തിക്കുന്ന ധാരാളം കുട്ടികളുണ്ട്. അവരോട് നിങ്ങളും പറഞ്ഞു കൊടുക്കേണ്ട ഇതാണ്, നമുക്ക് ദൈവത്തിന്റെ സ്നേഹത്താൽ നിറയാം. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. ദൈവമേ, ഹാഗാറിനെ അബ്രാഹാം തന്റെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടപ്പോൾ അവള് അബ്രാഹത്തെ പഴിച്ചില്ല, സാറായെ പഴിച്ചില്ല, ഈ കുഞ്ഞിനെയും പഴിച്ചില്ല. ഈ കുഞ്ഞുണ്ടായിട്ടാണല്ലോ എന്നെ എൻ്റെ യജമാനൻ ഇറക്കി വിട്ടതെന്ന് അവൾ വിചാരിച്ചില്ല. നമുക്ക് ഹാഗാർ ചെയ്തതുപോലെ ഒരു സാഹചര്യത്തെയും ഒരു വ്യക്തികളെയും പഴിക്കാതെ ദൈവമേ എന്നെ കാത്തുകൊള്ളണമേ, ദൈവമേ എന്നെ സഹായിക്കണമേ, അങ്ങ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹാഗാർ പ്രാർത്ഥിച്ചതുപോലെ ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ സഹായിക്കണമേ, എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ, ഞാൻ അങ്ങയുടെ കരങ്ങളിൽ അങ്ങനെ കാത്തുകൊള്ളണമേ എന്ന് നമുക്ക് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ